നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലം വരുമ്പോൾ ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടാണ് പലരും മത്സരിക്കാൻ തന്നെ കളത്തിലിറങ്ങുന്നത്. നൽകുന്ന വാഗ്ദാനങ്ങളിൽ പകുതിയെങ്കിലും നടന്നു കിട്ടാൻ നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ ദേഷ്യം വാക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും. തെരഞ്ഞെടുപ്പ് കാലത്ത് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ആരും തന്നെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണത്തുമില്ല. ഇപ്പോൾ പ്രവാസികൾ ചർച്ച ചെയ്യുന്നത് മെക്സിക്കോയിൽ നടന്ന ഒരു സംഭവമാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാത്ത മേയർക്ക് കിട്ടിയ ഒരു മുട്ടൻ പണി. വാർത്തയിലേക്ക്. കർഷകരുടെ ആവശ്യം പരിഗണിച്ച് പുതിയ റോഡ് നിർമ്മിച്ച് നൽകുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സിറ്റി മേയറെ ഓഫീസിൽ കയറി മർദ്ദിക്കുകയുണ്ടായി. മേയറെ ബലമായി പുറത്തു കൊണ്ടുവന്ന് ട്രക്കിന് പുറകിൽ കെട്ടി ഗ്രാമപാതയിലൂടെ വലിച്ചിഴച്ച സംഭവം സൗത്ത് മെക്സിക്കോയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ലാസ് മർഗരിത്താസ് സിറ്റിയിലെ മേയറാണ് ലൂയിസ് ഫെർണാണ്ടസ്. തിരഞ്ഞെടുപ്പ് സമയത്ത് കർഷകർക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റാത്തതിൽ പ്രതിഷേധിച്ച് 11 പേരടങ്ങുന്ന കർഷകർ മേയറുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ നശിപ്പിക്കുകയും മേയറെ മർദ്ദിക്കുകയും ചെയ്യുകയുണ്ടായി. ശേഷം ട്രക്കിന് പുറകിൽ കെട്ടി വില്ലേജ് റോഡിലൂടെ വലിച്ചിഴയ്ക്കുകയായിരുന്നു ചെയ്തത്. മേയറെ ട്രക്കിന് പുറകിൽ കെട്ടി വലിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ വൈറലായി കഴിഞ്ഞു. പോലീസിന്റെ ഇടപെടൽ മേയറുടെ ജീവൻ രക്ഷിക്കുകയുണ്ടായി. തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ വലിയൊരു ഏറ്റുമുട്ടലുണ്ടായി. 20 പേർക്ക് പരിക്കേൽക്കുകയും 11 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടാം തവണയാണ് മേയർക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.